ശ്രീനഗർ ഡെപ്യൂട്ടി കമ്മീഷണറായി കശ്മീരി പണ്ഡിറ്റ് വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം നിയമിതനായിരിക്കുകയാണ്. കാശ്മീരി പണ്ഡിറ്റുകൾക്ക് ഇത് മധുരമായ പകരം വീട്ടലാണ്. ശ്രീനഗറിലെ സുപ്രധാന പദവിയിലേക്ക് ഒരു പണ്ഡിറ്റ് എത്തുന്നു. ഇങ്ങനെ ഒരു സുപ്രധാന പദവിയിലേക്ക് ഒരു പണ്ഡിറ്റ് എത്താൻ അവർക്ക് കാത്തിരിക്കേണ്ടി വന്നത് 3 പതിറ്റാണ്ടുകൾ. 2018 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ അക്ഷയ് ലാബ്രുവിനാണ് നിയമനം. കശ്മീരി പണ്ഡിറ്റ് വിഭാഗത്തിൽ നിന്നും ഈ പദവിയിൽ എത്തുന്ന ആദ്യ വ്യക്തിയാണ് അദ്ദേഹം. ത്രിപുര കാഡറിലെ ഉദ്യോഗസ്ഥനായ അക്ഷയ് മുൻപ് ശ്രീനഗറിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അഥവാ SDM ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 3 പതിറ്റാണ്ടിനിടെ ഇത് ആദ്യമായാണ് ശ്രീനഗറിലെ സുപ്രധാന പദവിയിലേക്ക് പണ്ഡിറ്റ് എത്തുന്നത്. മധുര പലഹാരങ്ങൾ വിതരണം ചെയ്താണ് അക്ഷയ് നിയമനം കശ്മീരി പണ്ഡിറ്റുകൾ ആഘോഷിച്ചത്. 1990കളിലാണ് ഇസ്ലാമിക മതമൗലികവാദികൾ കാശ്മീരി പണ്ഡിറ്റുകളെ താഴ്വരയിൽ നിന്നും ആട്ടിയോടിച്ചത്. ലക്ഷക്കണക്കിന് ആളുകളാണ് സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് പലായനം ചെയ്തത്. ബാക്കിയുള്ളവരെ ഭീകരർ കൂട്ടത്തോടെ കൊന്നൊടുക്കി. പെൺകുട്ടികളെയും സ്ത്രീകളെയും ബലാത്സംഗം ചെയ്ത് പിച്ചി ചീന്തി. കാശ്മീരി പണ്ഡിറ്റുകളുടെ മനസ്സിനേറ്റ മുറിവ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കരിഞ്ഞിട്ടില്ല. ജമ്മു കാശ്മീരിൽ നിലവിലുള്ള സംവിധാനത്തിൽ ജില്ലാ വികസന കമ്മീഷണർമാരായ DCമാർ പ്രവർത്തിക്കുന്നു. ക്രമസമാധാന പാലനത്തിന്റെ കാര്യത്തിൽ DCമാർക്ക് ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാരങ്ങളുണ്ട്. 2018 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ ലാബ്ര ഇപ്പോഴത്തെ നിയമനത്തിന് മുൻപ് അയൽരാജ്യമായ ബുഡ്ഗാം ജില്ലയിലെ DC ആയിരുന്നു. ന്യൂനപക്ഷ KP സമുദായത്തിൽ നിന്ന് ഈ ചുമതല ലഭിക്കുന്ന ആദ്യ വ്യക്തിയാണ് അദ്ദേഹം. ത്രിപുര കാഡറിലെ ഉദ്യോഗസ്ഥനായ ലാംബ്രു മുൻപ് ശ്രീനഗറിൽ ഇൻഫർമേഷൻ ആൻഡ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. KP സമുദായത്തിലെ ചെറിയ അംഗങ്ങൾ ഈ നിയമനത്തെ ഒരു സുപ്രധാന ചുവടുവയ്പായി കണക്കാക്കുന്നു. 1990കളിൽ ഇസ്ലാമിക തീവ്രവാദികൾ ലക്ഷക്കണക്കിന് KPമാരെ വീടും ഹൃദയവും ഉപേക്ഷിക്കാൻ നിർബന്ധിതരാക്കിയതും ഇവിടെ നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ശ്രീനഗറിൽ നിന്നും കാശ്മീരിലെ മറ്റു ജില്ലകളിൽ നിന്നും പലായനം ചെയ്ത KPമാരുടെ ഒരു പ്രധാന പ്രശ്നം ഭൂമി കയ്യേറ്റങ്ങളും സ്വത്തുക്കൾ ദുരുപയോഗം ചെയ്തതുമാണ്. ശ്രീനഗർ ജില്ലയിൽ മാത്രം അനധികൃത സ്കൂളുകളുടെ അനധികൃത കൈവശത്തിലുള്ള ഡസൻ കണക്കിന് ഹിന്ദു ക്ഷേത്രങ്ങളും അവയുടെ സമീപ ഭൂമികളുമുണ്ട്. ശ്രീനഗർ ഉൾപ്പെടെ കാശ്മീർ താഴ്വരയുടെ പല ഭാഗങ്ങളിലും ഈ ക്ഷേത്രങ്ങളും അവരുടെ ഭൂമിയും കയ്യേറ്റക്കാരിൽ നിന്ന് ഒഴിപ്പിക്കാൻ നീക്കം നടക്കുന്നുണ്ട്. കാശ്മീർ പണ്ഡിറ്റ് സമൂഹത്തിലെ സജീവ അംഗങ്ങളുടെ ശ്രമഫലമായി ഭരണകൂടത്തിന്റെ പിന്തുണയോടെ ചില ക്ഷേത്രങ്ങൾ ദുഷ്ടശക്തികളുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു. പല സ്ഥലങ്ങളിലും അനധികൃത ഘടനകൾ വൃത്തിയാക്കിയതിനും പൊളിച്ചുമാറ്റിയതിനും ശേഷം ഈ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥനകൾ നടത്തിയിരുന്നു. എന്നിരുന്നാലും ഇത് ഒരു ശാശ്വത പരിഹാരമായി തോന്നുന്നില്ല. കാരണം കാശ്മീർ പണ്ഡിറ്റുമാർക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടത് തിരികെ അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാനസ്.